സിമ്പിളായിട്ട് ഈ ഒരു ഡിസൈൻ എങ്ങനെ വരക്കാൻ നോക്കിയാലോ. ആദ്യം തന്നെ സ്പൈറൽ വരച്ചിട്ട് ഒരു റോസ് ഡിസൈൻ ചെയ്യുക. ഇതുപോലെ ഓരോരോ സ്പൈറൽ വരച്ചിട്ട് തൊട്ടപ്പുറത്തായിട്ട് ഇങ്ങനെ റോസ് ഡിസൈൻ ചെയ്ത് കൊടുക്കുക. വരയ്ക്കണ സമയത്ത് ചെറുതാക്കി വരയ്ക്കുക, എന്നാലേ മറ്റു റോസ് വരയ്ക്കാൻ സ്ഥലം ഉണ്ടാവുള്ളൂ. നേരിയതാക്കിയിട്ട് റോസ് ഡിസൈൻ വരയ്ക്കുക. വരയ്ക്കണ സമയത്ത് കട്ടി മാക്സിമം കുറയ്ക്കുക. റോസ് ഡിസൈൻ വരച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ ഇങ്ങനെ സ്പേസ് കാണാം. ആ സ്പേസിലോടത്തൊക്കെ ലീഫ് ഡിസൈൻ ചെയ്ത് ഫില്ല് ചെയ്യുക. ഇതുപോലെ ലൈന് വരച്ചിട്ട് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ലീഫ് ഡിസൈൻ ഒക്കെ ചെയ്യാൻ പറ്റും. റോസ് വരയ്ക്കണ സമയത്ത് ലീഫ് ഡിസൈൻ വരച്ചു കൊടുക്കുക. അപ്പൊ റോസിന് കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവും. ലീഫൊക്കെ വരയ്ക്കണ സമയത്ത് വളഞ്ഞു വേണ്ട മാക്സിമം നോക്കണം, എന്നാലേ ഭംഗി കുറച്ചുകൂടി ഉണ്ടാവുള്ളൂ. ലീഫ് വരച്ചതിന് ശേഷം ആ റോസിന്റെ ഔട്ട്ലൈൻ ഒക്കെ ഇതുപോലെ ബോൾഡ് ആക്കി കൊടുക്കുക. അപ്പോൾ റോസ് ഒന്നുകൂടി അട്രാക്റ്റീവ് ആയിട്ട് കാണും. ആദ്യം റോസ് കട്ടിയിൽ വരയ്ക്കാണ്ട് നേർങ്ങനെ വരച്ചിട്ട് പിന്നെ ലാസ്റ്റ് ബോൾഡാക്കി കൊടുക്കുമ്പോഴാണ് കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുക. റോസിന്റെ എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ ഫില്ലാക്കി കൊടുക്കുക. ഒരു ഭാഗം വിടാണ്ട് തന്നെ ഫില്ലാക്കുക. അതിനുശേഷം റോസിന്ന് തുടങ്ങിയിട്ട് മേലോട്ടേക്ക് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ലൈൻ വരയ്ക്കുക. ആ ലൈനിന്റെ ഉള്ളിൽ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. മറ്റേ സൈഡിലും അതുപോലെ തന്നെ ലൈൻ വരയ്ക്കുക. അതിന്റെ ഉള്ളിൽ ഇതുപോലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫില്ല് ചെയ്ത ലൈൻസിന് ചുറ്റും ഇതുപോലെ ഹംസ് വരച്ചു കൊടുക്കുക. ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ടിപ്സിനും ഡിസൈൻസിനൊക്കെ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ആക്കുക. ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും കൂടി ചെയ്യണേ. ഇനി ഇതേപോലെ തന്നെ മറ്റേ ഭാഗം ഹംസ് വരച്ചു കൊടുക്കുക. ഹംസ് വരയ്ക്കുന്ന സമയത്ത് ഒരേ സൈസിൽ തന്നെ നിങ്ങൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് മുകളിൽ നിന്ന് താഴത്തോട്ടോ അല്ലെങ്കിൽ താഴത്തുനിന്ന് മുകളിലോട്ടൊക്കെ നിങ്ങൾക്ക് ഹംസ് വരയ്ക്കാം. നിങ്ങളുടെ എയിം പോലെ നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് ആ സ്പേസ് കാണുന്നിടത്ത് ഇതുപോലെ ലൈൻസ് വരച്ചു കൊടുക്കുക. ഡ്രാഗ് ചെയ്തിട്ട് സ്കിന്നിൽ തൊടിക്കാണ്ട് ലൈൻസ് വരയ്ക്കുക. ഓപ്പോസിറ്റ് സൈഡിൽ അതുപോലെ തന്നെ ലൈൻസ് വരച്ചു കൊടുക്കുക. സ്കിന്നിൽ തൊടിക്കാണ്ട് ഡ്രാഗ് ചെയ്തിട്ട് ലൈൻസ് വരച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഈ പാറ്റേണിൽ ആദ്യം ഡോട്ട്സ് ഇട്ടിട്ട് പിന്നെ അതൊന്ന് ഡ്രാഗ് ചെയ്ത് അങ്ങോട്ട് സൈഡിലേക്ക് ആക്കുക. നമ്മൾ ഈ വൈൻസ് ഒക്കെ വരയ്ക്കുന്ന പോലെ അതുപോലെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇത് കിട്ടും.